ഓം ശാന്തി. 18/7/2022। बाबा कहते, बेटे बच्चे, अभी तुम बाप की नजर से निहाल होते हो। निहाल होना अर्थात स्वर्ग का मालिक बन। ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ അച്ഛന്റെ ദൃഷ്ടിയിലേക്ക് ആകർഷിതരാവുകയാണ്. അച്ഛന്റെ ദൃഷ്ടിയിലേക്ക് ആകർഷിതരാകുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ അധികാരിയായി മാറുക. ചോദ്യം, और संग तोड़ एक संग जोड़ इस डायरेक्शन को अमल में कौन ला सकता है? മറ്റെല്ലാ കൂട്ടുകെട്ടും ഉപേക്ഷിച്ച് ഒരേ ഒരു കൂട്ടുകെട്ടിൽ ഇരിക്കുക. ഒരേ ഒരു കൂട്ടുകെട്ടിലേക്ക് സ്വയത്തെ ഒരേ ഒരു കൂട്ടുകെട്ടിലേക്ക്, ഒരേ ഒരു ബാബയുടെ കൂട്ടുകെട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഈ നിർദ്ദേശം ആർക്കാണ് പ്രാക്ടിക്കൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നത്? മറ്റെല്ലാ കൂട്ടുകെട്ടും ഉപേക്ഷിച്ച് ഒരേ ഒരു ബാബയുടെ കൂട്ടുകെട്ടിൽ ഇരിക്കുക എന്ന ബാബയുടെ നിർദ്ദേശത്തെ പ്രായോഗികമാക്കാൻ കഴിയുന്നത് ആർക്കാണ്? ആർക്കാണ് കഴിയുന്നത്? ബാബ പറയുന്നു, ജിൻകി ബുദ്ധിമേ, നാഗരാജ് ഭായ് വൈഫൈക്ക് ഒന്നും പറ്റാത്ത പോലെ വേണം ചെയ്യാൻ കേട്ടോ. जिनकी बुद्धि में एम ऑब्जेक्ट क्लियर है, तुम्हारी एम ऑब्जेक्ट है मुक्ति धाम में जाने की। उनके लिए शरीर से भी बुद्धि योग निकालना पड़े। टॉक की मूवी से भी परे साइलेंस में रहने का अभ्यास करो, क्योंकि तुमको साइलेंस अथवा निर्वाण में जाना है. അല്ലെ, മറ്റെല്ലാ കൂട്ടുകെട്ടും ഉപേക്ഷിച്ച് ഒരേ ഒരു ബാബയുടെ കൂട്ടുകെട്ടിൽ ഇരിക്കുക. ഈ നിർദ്ദേശത്തെ പ്രായോഗികമാക്കണമെങ്കിൽ അത് ആരുടെ ബുദ്ധിയിലാണോ തന്റെ ലക്ഷ്യം സ്പഷ്ടമായിട്ടുള്ളത്, ആരുടെ ബുദ്ധിയിലാണോ തന്റെ ലക്ഷ്യം വളരെ ക്ലിയർ ആയിരിക്കുന്നത്, സ്പഷ്ടമായിരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ ലക്ഷ്യമാണ് മുക്തിധാമത്തിലേക്ക് പോകുക. അപ്പൊ മുക്തിധാമത്തിലേക്ക് പോകണമെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് പോലും നമ്മൾ ബുദ്ധിയോഗം ഉപേക്ഷിക്കണം. ഈ ശരീരത്തിലെ പോലും നമ്മുടെ ബുദ്ധി കുടുങ്ങിക്കിടക്കരുത്. ഈ ശരീരത്തിൽ നിന്നും നമ്മുടെ ബുദ്ധിയോഗം ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഈ സംസാര ലോകവും വിട്ട്, അല്ലെ, സൂക്ഷ്മ ലോകവും വിട്ട് നമ്മൾ സൈലൻസിൽ പോയിരിക്കണം. സൈലൻസിൽ ഇരിക്കാനുള്ള അഭ്യാസം ചെയ്യണം. ഈ അല്ലെ ശബ്ദത്തിന്റെ ലോകത്തിൽ നിന്നും, അല്ലെ, ടോക്കി വേൾഡും മൂവി വേൾഡും, അതാണ് ആ സൂക്ഷ്മ ലോകം. അതിനും അപ്പുറം നമ്മൾ നിശബ്ദതയുടെ ലോകത്തിൽ പോയിരിക്കണം. അല്ലെ, നിശബ്ദതയിൽ ഇരിക്കാനുള്ള അഭ്യാസം ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ നമുക്ക് സൈലൻസിലേക്ക്, നിർവാണത്തിലേക്ക് പോകണം. അപ്പൊ സൈലൻസിലേക്ക്, നിർവാണത്തിലേക്ക് പോകണം. അല്ലെ, ഭവ പറയാണ്, അങ്ങനെ സൈലൻസിലേക്ക്, നിർവാണത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ ആ സൈലൻസിൽ ഇരിക്കാനായിട്ട്, അതായത് നമ്മള് ബഹിർമുഖരായി ഇരിക്കരുത്, അല്ലെ, ഇതൊന്നും ഇല്ലാതെ നമുക്ക് ആ ബഹിർമുഖതയൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം, അന്തർമുഖരായി ഇരിക്കണം. അല്ലെ, വളരെ സൈലൻസിൽ ഇരിക്കാൻ നമ്മൾ അഭ്യസിക്കണം. കാരണം നമുക്ക് സൈലൻസ് വേൾഡിലേക്ക് മടങ്ങി പോകണം. അപ്പൊ മുക്തിയിലേക്ക് പോകണം, മുക്തിധാമത്തിലേക്ക് പോകണം. അതാണ് നമ്മൾ കുട്ടികളുടെ ലക്ഷ്യം. കാരണം ബാബ വന്നിരിക്കുന്നത് നമ്മളെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടിയാണ്. ഗീതം ജലേന ക്യൂ പർവാന. എന്തുകൊണ്ടാണ് ഇയാമ്പാറ്റ തന്റെ ആ ദീപത്തിൽ, അല്ലെ, പരമാത്മ ദീപത്തിൽ ആത്മാവാകുന്ന ഇയാമ്പാറ്റ എന്തുകൊണ്ടാണ് കത്തി എരിയാത്തത്? അല്ലെ, അതായത് ആ ദീപത്തിൽ പോയിട്ട് കത്തി എരിയുന്ന, അല്ലെ, അത് സ്വയം
ബലിയാകുന്നവരായിരിക്കണം നമ്മൾ ബ്രാഹ്മണാത്മാക്കൾ. क्योंकि बच्चे जानते हैं हम किसकी नजर के सामने बैठे हैं. ഓം ശാന്തി. ഇവിടെ കുട്ടികൾക്ക് അറിയാം അല്ലെ, നമ്മള് ആരുടെ കൺമുന്നിലാണ് ഇരിക്കുന്നത്. तो तुम अपने पारलौकिक परमपिता परमात्मा की नजर के सामने बैठे हो. നമ്മൾ നമ്മുടെ പാരലൗകിക പരമപിത പരമാത്മാവിന്റെ കൺമുന്നിലാണ് ഇരിക്കുന്നത്. तुम जानते हो इस बाबा की नजर के सामने आने से हम 21 जन्म स्वर्ग का वर्षा पाते हैं. ഇവിടെ നമ്മൾ കുട്ടികൾക്കറിയാം ഈ ബാബയുടെ ദൃഷ്ടിക്ക് മുന്നിൽ വരുന്നതിലൂടെ 21 ജന്മത്തേക്ക് നമ്മൾ സ്വർഗത്തിന്റെ സ്വത്ത് നേടുകയാണ്. कभी कोई साधु संत के पास जाते हैं तो कहते हैं ये तो नजर से निकाल कर देते हैं. ചില സാധു സന്യാസിമാരുടെ അടുക്കൽ പോകുമ്പോ പറയാറുണ്ട്, ഇവർ ദൃഷ്ടിയിലൂടെ അവരുടെ കടാക്ഷത്തിലൂടെ അവരെ ആകർഷിക്കുന്നു. तो अब नजर से निकाल का अर्थ तुम ब्राह्मणों के सिवाय कोई समझ नहीं सकते. അല്ലെ, ബാബയുടെ ആ ദൃഷ്ടിയിലേക്ക് നമ്മൾ ആത്മാക്കൾ ആകർഷിതരാകുന്നു. ബാബയുടെ ഒരു കടാക്ഷത്തിലേക്ക് നമ്മൾ ആകർഷിതരാകുന്നു. അല്ലെ, ഇത് നമ്മൾ ബ്രാഹ്മണ കുട്ടികൾക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധ്യമല്ല. നമ്മൾ ബ്രാഹ്മണ കുട്ടികൾക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നസർ കെ സാമനെ അബ് തും ബൈഠേ ഹോ. ബാബയുടെ കൺമുന്നിൽ നമ്മൾ കുട്ടികളാണ് ഇരിക്കുന്നത്. ബാബ നമ്മളെ നോക്കുമ്പോൾ അല്ലെ, ആ കടാക്ഷത്തിൽ ആ ദൃഷ്ടിയിൽ നമ്മൾ ആത്മാവ് പരമാത്മാവിലേക്ക് ആകർഷിതമാകും. तो बाप की नजर में बच्चे, बच्चों की नजर में बाप. അപ്പൊ ബാബയുടെ കൺമുന്നിൽ ഇരിക്കുമ്പോൾ നമ്മൾ സ്വയം ആരായി തീരാണ്. എപ്പോഴാണ് പരമാത്മാവ് ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്, അപ്പൊ ബാബയുടെ കൺമുന്നിൽ നമ്മൾ ഇരിക്കുമ്പോ എന്താ സംഭവിക്കുന്നേ? അതായത് ബാബയുടെ കണ്ണുകൾക്കുള്ളിൽ ഇരിക്കുന്ന കുട്ടികളായിട്ട് നമ്മൾ മാറുന്നു. നമ്മുടെ കണ്ണുകൾക്കുള്ളിൽ ആരാകുന്നു അല്ലെ, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയായിട്ട് മാറുകയാണ് ബാബ. ബാബയുടെ കണ്ണുകളിലെ അല്ലെ കൺമണിയായിട്ട് മാറുകയാണ് നമ്മൾ കുട്ടികള്. तो बच्चे निहाल होते हैं बाप की नजर से. അതുകൊണ്ട് കുട്ടികൾ ആകൃഷ്ടരാകാണ് അച്ഛന്റെ ആ ദൃഷ്ടിയിൽ, അച്ഛന്റെ കണ്ണുകളിലേക്ക്. तो बाप से ही वर्षा मिलता है. ഇവിടെ അച്ഛന്റെ അടുക്കൽ നിന്നാണ് കുട്ടികൾക്ക് സ്വത്ത് ലഭിക്കുന്നത്. तुम हो बेहद के बच्चे. അല്ലെ, നമ്മൾ ആരാണ്? ബാബയുടെ പരിധികൾ ഇല്ലാത്ത മക്കളാണ്. तो तुम नजर के सामने बैठे हो. നമ്മൾ ബാബയുടെ കൺമുന്നിൽ ഇരിക്കുകയാണ്. बरोबर 2 अक्षर सुन रहे हो. निरंतर मुझे याद करो तुम निहाल हो जाएंगे. ബാബ പറയാണ് അല്ലെ, അതായത് ബാബ രണ്ട് കാര്യം പറയുന്നുള്ളൂ. നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ എന്നിലേക്ക് ആകൃഷ്ടരാകും. അല്ലെ, അതായത് നമ്മുടെ ആത്മാവിന് എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അല്ലെ, അതായത് നമ്മള് ബാബയെ കാണുന്നുണ്ടോ കാണുന്നില്ലേ, പക്ഷെ അല്ലെ ബാബയുടെ അരികിലേക്ക് നമ്മൾ വരുമ്പോൾ എന്തുവാ അവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത്? നമ്മുടെ ആത്മാവ് ബാബയിലേക്ക് ആകൃഷ്ടമാവുകയാണ് അല്ലെ, ആകർഷിക്കപ്പെടുകയാണ് അല്ലെ. എങ്ങനെ ആ എന്താണ് സൂചി കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പോലെ എന്താണ് അല്ലെ, ആ കാന്തത്തിലേക്ക് അല്ലെ ഇരുമ്പും അല്ലെ സ്റ്റീലും ഒക്കെ ആകർഷിക്കപ്പെടുന്നത് കണ്ടിട്ടില്ലേ? അതേപോലെ നമ്മളും എന്ത് ചെയ്യാണ്? ബാബയിലേക്ക് ആകൃഷ്ടരായി തീരുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ നിരന്തരം ബാബയെ ഓർമ്മിച്ചാലോ, നിരന്തരം ഓർമ്മിക്കാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്താലോ എന്ത് സംഭവിക്കും അല്ലെ? ആ കാന്തത്തിൽ സൂചി പോയി പറ്റി പിടിച്ചിരിക്കുന്ന പോലെ, പറ്റിച്ചേർന്നിരിക്കുന്ന പോലെ നമ്മൾ പരമാത്മാവിലേക്ക് അത്രയും ആകൃഷ്ടരായിട്ട് മാറുന്നു. അർത്ഥാത് സ്വർഗ മാലിക് ബൻ ജായെങ്കെ. അപ്പൊ നമ്മള് സ്വർഗത്തിന്റെ അധികാരികളാകും. നിരന്തരം ബാബയെ ഓർമ്മിച്ചാൽ അല്ലെ ആത്മാവ് പരമാത്മാവിലേക്ക് ആകൃഷ്ടരാകുന്നു അല്ലെ. അങ്ങനെ എന്താകും? സ്വർഗത്തിന്റെ അധികാരിയായിട്ട് മാറുന്നു. ബരോബർ സെക്കൻഡ് മേ നസർ സെ നികാൽ കർ മുക്തി ജീവൻ മുക്തി ദേ ദേത്തെ ഹെ. അങ്ങനെ സെക്കൻഡിൽ അല്ലെ കണ്ണുകളിലൂടെ ആകൃഷ്ടരായി മുക്തി ജീവൻ മുക്തിയുടെ സ്വത്ത് നൽകുകയാണ് ബാബ ചെയ്യുന്നത് അല്ലെ. ബാബയുടെ ആ ദൃഷ്ടിയിലേക്ക്, ബാബയുടെ കണ്ണുകളിലേക്ക് ആകർഷിക്കപ്പെട്ട് അല്ലെ നമുക്ക് ബാബ മുക്തിയും ജീവൻ മുക്തിയും നൽകുന്നു.
तो वे है निराकार परमपिता परमात्मा അല്ലെ ബാബ ആരാണ് നിരാകാരിയായ പരമപിത പരമാത്മാവാണ് जानते हैं ये हमारे बच्चे आकर बने हैं ഇവിടെ കുട്ടികൾക്ക് അറിയാം നമ്മൾ ബാബയുടെ മക്കളായി തീർന്നിരിക്കുകയാണ് तो जिनको पक्का निश्चय है वो परमपिता परमात्मा की संतान है അല്ലെ ബാബ പറയാണ് നമ്മുടെ ഉള്ളിൽ പക്കാ നിശ്ചയം ഉണ്ടായിരിക്കണം ഞാൻ പരമപിത പരമാത്മാവിന്റെ സന്താനമാണ് वो जरूर स्वर्ग के मालिक बनेंगे അങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും സ്വർഗത്തിന്റെ അധികാരികളായി മാറും നസർ സെ നിഹാൽ ഭി ഹോനാ ഹെ और स्वर्ग का मालिक भी बनना है അല്ലെ നമ്മള് ബാബയുടെ ആ ദൃഷ്ടിയിൽ അല്ലെ ബാബയുടെ കൺമുന്നിൽ ഇരിക്കുമ്പോൾ ബാബ നമ്മൾ കുട്ടികളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കുട്ടികളോടാണ് മുരളി പറയുന്നത് അല്ലെ അപ്പോൾ ആ കടാക്ഷത്തിൽ നമ്മൾ ആകൃഷ്ടരാകണം ഒപ്പം നമ്മൾ ആരും കൂടി ആകണം സ്വർഗത്തിന്റെ അധികാരിയാകണം സ്വർഗമേഹേ ബാദശാഹി സ്വർഗത്തിലാണ് നമുക്ക് ചക്രവർത്തി പദവി ലഭിക്കുന്നത് യഹാ സബ് നരകക്കെ മാലിക് ഹെ ഇവിടെയുള്ളവരെല്ലാം നരകത്തിന്റെ അധികാരികളാണ് അർത്ഥാത് നരകക്കെ നിവാസി ഹെ അല്ലെ ഇവിടെ ഈ ലോകത്തിലുള്ളവരെല്ലാം നരക നിവാസികളാണ് ഉസ്മേ നമ്പർവാർ പദവി ഹെ അതിലും നമ്പർവാർ ആയിട്ടുള്ള പദവിയാണ് ബൽ അഭി രാജായി നഹി ഹെ പരന്തു യേ ഭി ദിൽ മേ സമജ്തേ ഹെ കി ഹം ജയ്പൂർ കെ മാലിക് ഹെ ബാബ പറയാണ് ഇന്ന് രാജ്യ പദവിയോ രാജ്യഭാഗ്യമോ ഒന്നുമില്ല എങ്കിലും അല്ലെ ആ രാജ കുടുംബത്തിൽ ജനിച്ചവർ അവരെന്താണ് മനസ്സിലാക്കുന്നത് ആ ഞാൻ ജയ്പൂരിന്റെ അധികാരിയായിരുന്നു അല്ലെ ആ പദവിയിലേക്ക് വരേണ്ട ആൾക്കാര് ഇപ്പോഴെന്താ വിചാരിക്കുക ഞാൻ ജയ്പൂരിന്റെ അധികാരി ആയിരുന്നു എന്ന് വിചാരിക്കും ലിഖ്തേ ഹേ മഹാരാജ ഓഫ് ജയ്പൂർ അപ്പോ എഴുതി വെക്കാറുണ്ട് മഹാരാജ ഓഫ് ജയ്പൂർ എന്ന് എഴുതി വെക്കാറുണ്ട് മഹാരാജ ഓഫ് പട്ടിയാല ഗാനമേ ആത്താ ഹെ അപ്പോ അല്ലെ മഹാരാജ ഓഫ് പട്ടിയാല അല്ലെ മഹാരാജ ഓഫ് ജയ്പൂർ എന്ന് എഴുതി വെച്ചിരിക്കും ജീത്തേ ഹെ എനിക്ക് വംശാവലി ബി ജീത്തി ബാബ പറയാണ് അവര് സ്വയം ജീവിക്കുന്നു അവരുടെ വംശാവലിയും ജീവിക്കുന്നു അഭി വോബി പ്രജാമേ ആകെയെ അല്ലെ ബാബ പറയാണ് ഈ സമയത്ത് അല്ലെ രാജ്യ പദവിയിലേക്ക് വരേണ്ടുന്ന ആളും പ്രജാ പദവിയിലേക്ക് പോയിരിക്കുകയാണ് അല്ലെ പ്രജയായി മാറിയിരിക്കുകയാണ് അപ്പൊ തും ജാനത്തെ ഹോ ഹം ശ്രീമത് പർ ഫിർ സേ ദേവി രാജ്യ സ്ഥാപൻ കർ രഹേ ഹെ ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അറിയാം നമ്മൾ ബാബയുടെ ശ്രീമത് പ്രകാരം ദൈവിക രാജധാനി ദൈവിക സ്വരാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ബാപ്നെ സംജായ ഹേ യഹി ഭാരത് പാവൻത അബ് പതീത് ബൻ പടാ ഹേ ബാബ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ് ഇതേ ഭാരതം പതീതമായിരുന്നു അല്ലേ ഇനി ഇതേ ഭാരതം തന്നെ പാവനമായി മാറണം അപ്പൊ പാവനമായിരുന്ന ഒരു ഭാരതം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ ഭാരതം പൂർണ്ണമായിട്ടും പതീതമായി തീർന്നിരിക്കുകയാണ് तो तुमको अब तीसरा नेत्र मिला है അല്ലെ സത്യവും ത്രൈതായുധത്തില് ഭാരതം പാവനമായിരുന്നു പക്ഷെ ഇപ്പൊ ദ്വാപരയും കലിയുഗത്തിൽ വന്നപ്പോൾ എന്താണ് അല്ലെ പതീത ഭാരതമായി മാറിയിരിക്കുകയാണ് ബാബ പറയാണ് കുട്ടികൾക്ക് ഇപ്പോൾ മൂന്നാമത്തെ നേത്രം ലഭിച്ചിരിക്കുകയാണ് ആത്മാ ജാനതി ഹെ അഭി ഹം ഏക പരംപിത പരമാത്മാക്കു യാദ് കർത്തെ ഹെ ആത്മാവിനറിയാം ഇപ്പോൾ നമ്മൾ ഒരേയൊരു പരമപിത പരമാത്മാവിനെ ഓർമ്മിക്കുകയാണ് और उनसे ही वर्षा मिलता है അല്ലെ ബാബയിൽ നിന്നാണ് പരമപിതാവിൽ നിന്നാണ് നമ്മൾ കുട്ടികൾക്ക് സ്വത്ത് ലഭിക്കുന്നത് ഭഗവാന് വാച ഭി ഹെ മുझे याद करो और संग तोड़ो അല്ലെ ഭഗവാന് വാച എന്താണ് ഭഗവാന് വാച കുട്ടികളെ നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ എന്നെ നിരന്തരം ഓർമ്മിക്കൂ എന്നോട് മാത്രം നിങ്ങൾ ബന്ധം വെക്കൂ ബാക്കി നിങ്ങൾ മറ്റെല്ലാ അല്ലെ കൂട്ടുകെട്ടും നിങ്ങൾ ഉപേക്ഷിക്കണം എന്റെ അടുക്കൽ മാത്രം കൂട്ടുകെട്ട് വെക്കൂ तो अपने शरीर से भी तोड़ो अशरीरी बनो തന്റെ ശരീരത്തോട് പോലും കൂട്ടുകെട്ട് വേണ്ട അശരീരിയായി മാറും पहले तुम अशरीरी आए थे ആത്മായെ സബ് അശരീരി होती है ആദ്യം നമ്മൾ അശരീരി ആയിട്ടാ ഇവിടെ വന്നത് ആത്മാക്കളെല്ലാം അശരീരിയാണ് മൂലവദൻ में अशरीरी होने के कारण आवाज नहीं होता है മൂലവദനത്തിൽ അശരീരി ആയത് കാരണം അവിടെ അല്ലെ അവിടെ ആത്മാക്കൾ എങ്ങനെ ഇരിക്കുന്നത് അശരീരിയായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് അല്ലെ മൂലവദനം നിശബ്ദതയുടെ ലോകമാണ് സൈലൻസ് ഫീൽഡ് ആണ് तो पहले तुम अशरीरी आए थे ആത്മായെ സബ് അശരീരി होती है ബാബ പറയാണ് കുട്ടികളെ നിങ്ങൾ അശരീരി ആയിട്ടാണ് ഇവിടെ വന്നത്
ആത്മാക്കളെല്ലാം അശരീരിയായിരുന്നു അല്ലെ? മൂലവതനത്തില് നമ്മൾ ആത്മാക്കള് അശരീരിയായിട്ട് നിവസിച്ചു. അതുകൊണ്ട് അവിടെ ശബ്ദമേ ഇല്ല അല്ലെ? ആത്മാവിന് ശരീരം ഇല്ലെങ്കിൽ അവിടെ ശബ്ദം ഉണ്ടോ? ശരീരം ഉണ്ടെങ്കിലല്ലേ ശബ്ദം ഉണ്ടാക്കുന്നത്. ശരീരം ഇല്ലെങ്കിൽ അവിടെ ശബ്ദം ഇല്ലല്ലോ. ശരീരമില്ലാത്ത ലോകമാണ് അല്ലെ മൂലവതനം. ഇസ്ലിയെ ഉൻകോ നിർവാണധാം കഹ ജാതാ ഹെ. അതുകൊണ്ട് തന്നെയാണ് ആ ലോകത്തെ നിർവാണധാമം എന്ന് വിളിക്കുന്നത്. മൂൽവദൻമേ മൂവി ഹോത്തി ഹെ, സൂക്ഷ്മവദൻമേ മൂവി ഹോത്തി ഹെ. സൂക്ഷ്മവദനത്തിൽ ചലനമുണ്ട് അല്ലെ? ടോക്കി, മൂവി ഓർ സൈലൻസ്, ഇത് സംസാര ലോകമാണ് അല്ലെ? അതെന്താണ്? മൂവി വേൾഡ് ആണ് സൂക്ഷ്മ ലോകം. ഇത് ടോക്കി വേൾഡ് ആണ്. ഏറ്റവും മുകളിൽ എന്താണ് അല്ലെ? പരംധാമം സൈലൻസ് വേൾഡ് ആണ്. तो आगे मूवी नाटक भी थे, तो अब ടോക്കി ബൻ ഗയേ. മുമ്പൊക്കെ എന്താണ്? നാടകം പോലും എന്തായിരുന്നു? നാടകം പോലും ശബ്ദം ഇല്ലായിരുന്നു, ആരും സംസാരിക്കില്ലായിരുന്നു അല്ലെ? ചലനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയായിരുന്നു മുമ്പ് അല്ലെ? നാടകം പോലും അപ്പൊ ചലനം മാത്രം, എല്ലാ ആക്ഷൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ അല്ലെ നമ്മൾ ബാലയൊക്കെ കണ്ടിട്ടില്ലേ? ഇപ്പൊ നൃത്തമാണെങ്കിൽ പോലും അതിലെന്താണ്? ഒരു കഥ പറയാണ്, അല്ലെങ്കിൽ കഥകളി അല്ലെ? അതിലെ കഥ പറയാണ്. പക്ഷെ അത് കേൾക്കുമ്പോ അതിനനുസരിച്ച് എന്താണ്? അതായത് അവരുടെ ആ ഭാവാഭിനയങ്ങളാണ് അതിൽ കാണുന്നത്. അതിലൂടെ നമ്മൾ കഥ മനസ്സിലാക്കിക്കോണം അല്ലേ? അപ്പൊ അതേപോലെയാണ് പണ്ട് നാടകം ഉണ്ടായിരുന്നത്. പിന്നീടാണ് സംഭാഷണങ്ങളൊക്കെ വന്നത്. തും ബച്ചോക്കോ സൈലൻസ് സിക്കായി ജാതി ഹെ അല്ലെ? ബാബ നമ്മൾ കുട്ടികൾക്ക് സൈലൻസ് ആണ് പഠിപ്പിക്കുന്നത്. തും അപ്നെ സ്വധർമ്മമേ ടിക്കോ ഗർഭോ യാദ് കരോ അല്ലെ? നമ്മളിപ്പോൾ നമ്മുടെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യണം, വീടിനെ ഓർമ്മിക്കണം. ടോക്ക് ചോഡ്നാ ഹെ, അതുകൊണ്ട് സംസാരം ഉപേക്ഷിക്കണം അല്ലെ? അന്തർമുഖിയാകണം, ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. ബൂൻ ബൂൻ ബി നഹി കർണി ഹെ അല്ലെ? ബാബ പറയാണ് സൈലൻസിൽ ഇരിക്കാൻ പഠിക്കും അല്ലെ? സംസാരിക്കണ്ട, സൈലൻസിൽ ഇരിക്കാൻ പഠിക്കൂ. അന്തർമേ രാം രാം കഹത്തെ ഹെ, അപ്പൊ ബാബ് കഹത്തെ ഹെ ബച്ചേ യേ ഭി ചോടോ അല്ലെ? ഇതുവരെയും നമ്മൾ ഭക്തിയിൽ എന്ത് ചെയ്തു? ഉള്ളില് രാമ 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 എന്നെങ്കിലും ജപിച്ചിരുന്നു. ബാബ പറയാണ് ഇപ്പൊ അതും ഉപേക്ഷിക്കൂ അല്ലെ? ബാബ പറയണ സൈലൻസിൽ ഇരിക്കൂ, മനസ്സിനെയും സൈലൻസിലാക്കൂ. തുമക്കോ വാണിസെ പരേ ജാനാ ഹെ, കാരണം നമുക്ക് ശബ്ദത്തിന് ഉപരിയായി ലോകത്തിലേക്ക് പോകണം. യഹാ രഹത്തെ ടോക്കി മൂവീസെ പരേ ജാനാ ഹെ, ഇവിടെ വസിക്കുമ്പോഴും ടോക്കി മൂവിയിൽ നിന്ന് നമുക്ക് ഉപരിയായി പോകണം അല്ലെ? അതായത് സംസാര ലോകത്തിൽ നിന്നും അല്ലെ, ചലനാത്മകതയിൽ നിന്നും എല്ലാം നമുക്ക് ഉപരിയായിട്ട് പോകണം. तो the aim, तो ये aim object ബുദ്ധിമേ ക്ലിയർ അല്ലെ? നമ്മുടെ എയിം ഓബ്ജക്റ്റ് നമ്മുടെ ബുദ്ധിയില് ക്ലിയർ ആണ്. ഹംകോ മുക്തിധാം ജാനാ ഹെ, നമ്മൾ കുട്ടികൾക്ക് മുക്തിധാമത്തിലേക്ക് പോകണം. ബാബ മുക്തി ജീവൻ മുക്തി ദേത്തെ ഹെ, ബാബ കുട്ടികൾക്ക് മുക്തിയും ജീവൻ മുക്തിയും നൽകുന്നു. पहले आत्माएं सभी साइलेंस में जाती हैं, फिर हर एक को अपना अपना पार्ट बजाने आना है അല്ലെ? ബാബ കുട്ടികൾക്ക് മുക്തിയും ജീവൻ മുക്തിയും നൽകുകയാണ്. ആദ്യം ആത്മാക്കള് സൈലൻസിലേക്കാണ് മടങ്ങി പോകുന്നത് അല്ലെ? അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും അവരവരുടെ പാർട്ട് അഭിനയിക്കുവാനായിട്ട് ഈ സൃഷ്ടി നാടകത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. ദേവി ദേവത ധർമ്മ വാലോं को अपना पार्ट, ഇസ്ലാമി ബൗദ്ധി ധർമ്മ വാലോं को अपना पार्ट. ബാബ പറയാണ് ദേവി ദേവത ധർമ്മത്തിൽപ്പെട്ടവർക്ക് അവരുടെ പാർട്ടാണ്, ഇനി ഇസ്ലാം ബൗദ്ധികൾക്ക് അവരുടെ പാർട്ടാണ്. ये सब बातें तुम बच्चों की बुद्धि में, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കുട്ടികളുടെ ബുദ്ധിയിലാണ് ഉള്ളത്. ബാപ് के पास ये सारी नॉलेज है जब तुमको सारी नॉलेज सुनाते हैं. ബാബയുടെ പക്കൽ മുഴുവൻ ജ്ഞാനവും ഉണ്ട്. ബാബ നമ്മൾ കുട്ടികൾക്ക് മുഴുവൻ ജ്ഞാനവും കേൾപ്പിച്ചു തരികയാണ്. तो बाप आप समान बनाते हैं, അങ്ങനെ ബാബ കുട്ടികളെ തനിക്ക് സമാനമാക്കി മാറ്റുന്നു. तो तुम फिर औरों को भी आप समान बनाओ അല്ലെ? ഈ സമയത്ത് ബാബ നമ്മൾ കുട്ടികളെ തനിക്ക് സമാനമാക്കി മാറ്റിയാണ്. നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കി മാറ്റണം. ജ്ഞാനി और യോഗി बनाओ, മറ്റുള്ളവരെയും ജ്ഞാനിയും യോഗിയുമാക്കി മാറ്റൂ. जो नॉलेज मेरे पास है वही तुमको देता हूं. ബാബ പറയാണ് എന്റെ പക്കലുള്ള ജ്ഞാനമാണ് മക്കളെ
ഞാൻ നിങ്ങൾ കുട്ടികളെ കേൾപ്പിക്കുന്നത്. तो आप समान बनाते हैं അല്ലെ? ബാബ കുട്ടികൾക്ക് ഈ ജ്ഞാനം അല്ലെ, ഈ നോളേജ് നൽകി, ഈ ജ്ഞാനം പഠിപ്പിച്ച് അല്ലെ എന്ത് ചെയ്യുന്നു? കുട്ടികളെ തനിക്ക് സമാനമാക്കി മാറ്റുകയാണ്. तो तुम फिर औरों को भी आप समान बनाओ. അപ്പൊ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കി മാറ്റൂ. ജ്ഞാനി और യോഗി बनाओ. മറ്റുള്ളവരെയും ജ്ഞാനിയും യോഗിയുമാക്കി മാറ്റൂ അല്ലെ, തനിക്ക് സമാനമാക്കി മാറ്റൂ. जो नॉलेज मेरे पास है वही तुमको देता हूँ, तो आत्मा ही ग्रहण करती है. ബാബ നമുക്ക് ഈ ജ്ഞാനം നൽകുമ്പോൾ അത് ഗ്രഹിക്കുന്നത് ആരാണ് അല്ലെ? ശ്രദ്ധാപൂർവം കേൾക്കുന്നത് ആരാണ്? ഗ്രഹിക്കുന്നത് ആരാണ്? ആത്മാവാണ് ഗ്രഹിക്കുന്നത്. നമ്പർ വാർ പുരുഷാർത്ഥ അനുസാർ നോളേജ്ഫുൾ ജാത്തെ ഹി. നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ച് നോളേജ്ഫുൾ ആയിട്ട് മാറുകയാണ്. कोई तो पूरे नॉलेजफुल बन जाते हैं. ചിലരാണെങ്കിൽ പൂർണ്ണമായിട്ടും നോളേജ്ഫുൾ ആയിട്ട് മാറുന്നു. कोई कम पुरुषार्थ से इतने नॉलेजफुल नहीं बनते हैं. അപ്പൊ ബാബ പറയാണ് അല്ലെ, നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ചിട്ടാണ് കുട്ടികളും നോളേജ്ഫുൾ ആയിട്ട് മാറുന്നത് അല്ലെ. ചില കുട്ടികൾ പൂർണ്ണമായിട്ടും ആരാകും അല്ലെ? ബാബയ്ക്ക് സമാനം പൂർണ്ണമായും നോളേജ്ഫുൾ ആയിട്ട് മാറുകയാണ് അല്ലെ. ചില കുട്ടികൾ പുരുഷാർത്ഥം കുറച്ചേ ചെയ്യുന്നുള്ളെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് നോളേജ്ഫുൾ ആകാൻ സാധിക്കുന്നുള്ളൂ. എയിം ഒബ്ജക്റ്റ് तो यही है ലക്ഷ്മി നാരായൺ അല്ലെ. ബാബ പറയാണ് എന്താണ് നമ്മുടെ ബ്രാഹ്മണരുടെ ജീവിത ലക്ഷ്യം അല്ലെ? നമ്മുടെ ജീവിത ലക്ഷ്യമാണ് ലക്ഷ്മി നാരായണനാകുക. तो अभी तुम नॉलेजफुल बनते हो. ഈ സമയത്ത് അല്ലെ ബാബ നമുക്ക് ഈ ജ്ഞാനം നൽകുന്നു. ആ ജ്ഞാനം നേടും തോറും നമ്മൾ ആരായി തീരാണ്? ഇപ്പോൾ നോളേജ്ഫുൾ ആയിട്ട് മാറുകയാണ്. അപ്പൊ തും ജാനത്തെ ഹോ ഹം കഹാ സെ ആയി. ഇപ്പൊ നമുക്കറിയാം നമ്മള് എവിടെ നിന്നാണ് വന്നത്. അപ്പൊ കഹാ ജാനാ ഹേ, ഇപ്പോൾ എവിടേക്കാണ് നമുക്ക് പോകേണ്ടത്? നമ്മൾ എവിടെ നിന്നാണ് വന്നത്? ഏ ചക്ര കേസെ ഫിർത്താ ഹേ, ഈ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ കുട്ടികൾക്ക് അറിയാം. ഇസ്മേ സബ് കുച്ച് ആ ജാത്താ ഹേ. ബാബ പറയാണ് ഇതിൽ എല്ലാം വന്നു ചേരുന്നു. ജैसे बीज से झाड़ निकलता है इनकी आयु कितनी बड़ी हो जाती है. ബാബ പറയാണ് ഒരു വൃക്ഷത്തിൽ നിന്നും അല്ലെ, ആ ഒരു ബീജത്തിൽ നിന്നും വൃക്ഷം ഉണ്ടാകുമ്പോൾ ആ വൃക്ഷത്തിന് പിന്നെ എത്ര വലിയ ആയുസ്സാണ് ഉണ്ടാകുന്നത്. तो उनकी फिर जर्जरीभूत अवस्था हो जाती है. അങ്ങനെ അത് അതിന്റെ ആയുസ്സിലെ ഒരുപാട് ആയുസ്സിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ അത് ദ്രവിച്ച് ജീർണിച്ച അവസ്ഥയിലേക്ക് പോകുന്നു. अपने पास भी झाड़ था वो एकदम सारा जर्जरीभूत हो गया है तो काटना पड़े. അതേപോലെ നമ്മളുടെ അടുക്കലും സൃഷ്ടിവൃക്ഷമുണ്ട്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ജീർണിച്ച അവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് മുറിക്കേണ്ടി വരുന്നു. ബനിയൻ ട്രീ കാ മിസാൽ ഹെ അല്ലെ. അതായത് എന്താണ് നമ്മുടെ പ്രപഞ്ച വൃക്ഷത്തിന്റെ ഉദാഹരണം? നമ്മൾ എന്തിനോടാണ് പ്രപഞ്ച വൃക്ഷത്തെ, സംസാര വൃക്ഷത്തെ നമ്മൾ എന്തിനോടാണ് ഉപമിക്കുന്നത് അല്ലെ? അത് പേരാലിനോടാണ് ഉപമിക്കുന്നത്. കാരണം പേരാൽ എങ്ങനെയാണ്? പേരാലിന്റെ ശാഖോപശാഖകളിൽ നിന്നാണ് വേരുകൾ വന്ന് ആ വൃക്ഷത്തിനെ താങ്ങി നിർത്തുന്നത്. അതുപോലെയാണ് അല്ലെ ഇവിടെ ഇത് വെറൈറ്റി ധർമ്മത്തിന്റെ വൃക്ഷമാണ്. ഏ ബി വെറൈറ്റി ധർമ്മക്ക ജാഡ് ദിക്കായ ഹെ അല്ലെ. വെറൈറ്റി ധർമ്മത്തിന്റെ വൃക്ഷമാണിത്. പിച്ചാടി തക്ക് തോടെ തോടെ ആത്തെ രഹത്തെ ഹെ. നോക്ക, അന്തിമ സമയം വരെയും ഇവിടെ ആളുകൾ വന്നോണ്ടേ ഇരിക്കുകയാണ്, പാർട്ടുധാരികൾ വന്നോണ്ടേ ഇരിക്കുകയാണ്. പെലെ തോ പത്തെ നിക്കൽത്തെ ഹെ ഏ ബഹുത് ശോഭത്തെ ഹെ. ആദ്യം അല്ലെ ഇലകളാണ് ഉണ്ടാകുന്നത്. ഒരു ചെടിയില് ആദ്യം ഉണ്ടാകുന്നത് ഇലകളാണ്. ഏ ബഹുത് ശോഭത്തെ ഹെ ക്യോങ്കി സദോ പ്രധാന ഹോത്തെ ഹെ. അപ്പൊ ആദ്യം ഉണ്ടാകുന്ന ഇലകൾ എന്ന് പറഞ്ഞെങ്കിൽ അത് ഏറ്റവും സദോ പ്രധാനമാണ്. ഫിർ രജോ തമോ ബൻ ജാത്തെ ഹെ. പിന്നെ രജോയായി തീരുന്നു, തമോയായി മാറുന്നു. ആധാ കൽപ്പത്തും രാജ്യം കർത്തേ ഹോ ഫിർ ധീരെ ധീരെ തും നീച്ചെ ആത്തെ ഹോ. അരകൽപ്പകാലമാണ് നമ്മൾ രാജ്യം ഭരിക്കുന്നത്. പിന്നെ മെല്ലെ മെല്ലെയാണ് നമ്മൾ താഴേക്ക് വരുന്നത്. ഫിർ രജോ തമോ ബൻ ജാത്തെ ഹെ. പിന്നെ നമ്മൾ രജോയിലേക്കും തമോയിലേക്കും പോകുന്നു അല്ലെ. ബാബ പറയുന്നത് ആദ്യം നമ്മൾ സദോ പ്രധാനമായിരുന്നു, പിന്നെ നമ്മള് അരകൽപ്പത്തിന് ശേഷം രജോയും തമോയുമായിട്ട് മാറുകയാണ്. ആധാ കൽപ്പത്തും രാജ്യം കർത്തേ ഹോ ഫിർ ധീരെ ധീരെ തും നീച്ചെ ആത്തെ ഹോ. അരകൽപ്പകാലം നമ്മൾ രാജ്യം ഭരിച്ചു, പിന്നെ പതുക്കെ പതുക്കെയാണ് നമ്മൾ താഴേക്ക് വന്നത്.
ഉതർത്തി കല ഓർ ചട്തി കല ഹോത്തി ഹൈ. ബാബ പറയാണ് കയറുന്ന കലയും പിന്നെ ഇറങ്ങുന്ന കലയും ഒക്കെ ഉണ്ടാകാണ്. ചട്തേ ഫട്സേ ഹൈ, കയറുന്നത് വളരെ പെട്ടെന്നാണ്. പൂരി രാജധാനി സ്ഥാപനം ഹോനെ തോട സമയത്ത് ലഗ്താ ഹൈ, അല്ലെ മുഴുവൻ രാജധാനി സ്ഥാപിക്കപ്പെടുവാൻ കുറച്ച് സമയം പിടിക്കുന്നു. ബാബ് സംജാത്തെ ഹൈ मैं ही संगम पर आकर ദേവി സ്വരാജ് സ്ഥാപൻ കർത്താവും. ബാബ മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ ഞാൻ സംഗമയുഗത്തിൽ വന്നിട്ട് ദൈവിക രാജധാനി സ്ഥാപിക്കുകയാണ്. സൂര്യവംശി और ചന്ദ്രവംശി ഘരാന അഭി ഹി സ്ഥാപന ഹോത്താ ഹൈ. സൂര്യവംശി ചന്ദ്രവംശി രാജധാനിയുടെ സ്ഥാപനം ഇപ്പോഴാണ് നടക്കുന്നത്. फिर नई दुनिया अमर लोक में आकर अपना राज्यभाग्य करते हैं. പിന്നെ നമ്മൾ പുതിയ ലോകമായ അമര ലോകത്തിലേക്ക് വന്നിട്ട് നമ്മൾ നമ്മുടെ രാജ്യഭാഗ്യം നേടുന്നു. ഇൻകോ ഹി സംഗമയുഗ് കഹാ ജാതാ ഹൈ. ആ രാജ്യഭാഗ്യം നേടുന്നത് എവിടെയാണ്? ഈ സംഗമയുഗത്തിലാണ്. ദൂസര കോയി സംഗം പർ നഹി ആതാ. മറ്റാരും തന്നെ സംഗമത്തിൽ വരുന്നില്ല. സിർഫ് ഏക് ബാപ് ഹി ആത്തെ ഹൈ. ഒരേ ഒരു ബാബ മാത്രമാണ് വരുന്നത്. യേ ബാത് കോയി ശാസ്ത്രമേ നഹി ഹൈ. പക്ഷെ ഈ കാര്യങ്ങൾ ഒരു ശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടില്ല. അല്ലെ ബാബ പറയാണ്, ഇല്ലേ സംഗമയുഗത്തെ കുറിച്ച് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടില്ല. അല്ലെ അപ്പൊ ഒരേ ഒരു ബാബ സംഗമയുഗത്തിലാണ് ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്. പക്ഷെ ഒരു ശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടില്ല ബാബ എപ്പോഴാണ് ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്. അല്ലെ സംഭവാമി യുഗേ യുഗേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്താണ് പരമാത്മാവ് ഈ സൃഷ്ടിയിൽ എപ്പോൾ വരുന്നു എന്നുള്ളത് ഒരു ശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടില്ല. തോ ഏ കൊയ്ക്കോ പത്താനക്ക് പഠിച്ചെത്താം. കാരണം എപ്പോഴാണ് ശിവബാബ അല്ലെ ഈ സൃഷ്ടിയിലേക്ക് വരുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒന്നും എഴുതി വെക്കാത്തത്. ബച്ചോക്കോ ഹി പത്താ പഠിത്താ ഹി. അല്ലെ ബാബ വരുന്ന കാര്യം ആർക്ക് മാത്രമേ അറിയുള്ളൂ? നമ്മൾ കുട്ടികൾക്ക് മാത്രമാണ് അറിയുന്നത്. കൽപ്പക പാർട്ട് ചലത്താ ഹി. കൽപ്പകൽപ്പത്തിന്റെ പാർട്ടാണ് നടക്കുന്നത്. സാര ജാഡ് പുരാണ ഹോത്താ ഹി. മുഴുവൻ വൃക്ഷവും ഇപ്പോൾ പഴയതായിട്ട് മാറുകയാണ്. സംഗം യുഗ പർ ഇൻകാ ഫൗണ്ടേഷൻ ലഗ് രഹാ ഹൈ. സംഗമ യുഗത്തിലാണ് ഇതിന്റെ ഫൗണ്ടേഷൻ നടക്കുന്നത്. അല്ലെ അതായത് ഈ സമയത്ത് ബാബ നമുക്ക് മനസ്സിലാക്കി തരികയാണ്, അല്ലെ അതായത് പുതിയ വൃക്ഷത്തിന്റെ ഫൗണ്ടേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാരാ ജാഡ് പുരാണ ഹോത്താ ഹൈ. സംഗം യുഗ പർ ഇൻകാ ഫൗണ്ടേഷൻ ലഗ് രഹാ ഹൈ. യേ പതിത ദുനിയാ ഹൈ. ബാബ പറയാണ്, മക്കളെ ഇത് പതിതമായ ലോകമാണ്. സാരാ ജാഡ് പുരാണ ഹോത്താ ഹൈ. സത്യഹേ പാവൻ ദുനിയ. സത്യയുഗം പാവനമായ ലോകമാണ്. ഈ ലോകം പതിതമായ ലോകമാണ്. ഗാത്തെ ഭി ഹേ ഹം പതിതോം കോ പാവൻ ബനാനെ കെ ലിയെ ആവോ. മഹിമ പാടുകയാണ്, ഞങ്ങൾ പതിതരെ പാവനമാക്കി മാറ്റുവാൻ വേണ്ടി വരൂ. തോ അബ് സഭി പാവൻ ബൻ രഹി. ഈ സമയത്ത് എല്ലാവരും തന്നെ പാവനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫിർ ജബ് ആയെങ്കെ തോ പാവൻ ഹി ഹോങ്കെ. അല്ലെ ബാബ അല്ലെ അപ്പൊ ബാബ പറയാൻ, ഇപ്പൊ നിങ്ങൾ കുട്ടികളെല്ലാം പാവനമായിക്കൊണ്ടിരിക്കുക. ഇനി നിങ്ങൾ വീട്ടിൽ പോയിട്ട് മടങ്ങി വരുമ്പോഴെങ്ങനെയായിരിക്കും? പാവനമായ കുട്ടികളായിട്ടായിരിക്കും ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്. പരന്തു സബ്കോ ഇക്കട്ടെ തോ നഹി ആനാ ഹൈ. പക്ഷെ എല്ലാവർക്കും മുകളിൽ നിന്ന് താഴേക്ക് ഒരുമിച്ച് വരാൻ പറ്റുമോ? എല്ലാവർക്കും ഇവിടേക്ക് ഒരുമിച്ച് വരാൻ സാധ്യമല്ല. ബാബ് കിतनी अच्छी समझाते. ബാബ എത്ര നല്ല രീതിയിലാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നേ. അഭി യേ പ്രിൻസിപ്പൽ ബൈഠാ ഹൈ, ക്യോं ना हम नॉलेज सबको देनी चाहिए. അല്ലെ ബ്രഹ്മബാബ ഇരിപ്പുണ്ടല്ലോ, ഇവിടെ ഇപ്പൊ പ്രിൻസിപ്പാൾ ഇരിപ്പുണ്ട്. എന്തുകൊണ്ട് ഈ ജ്ഞാനം നമുക്ക് എല്ലാവർക്കും കൊടുത്തുകൂടാ? ഇത് വിദ്യാലയമല്ലേ, ഈ അറിവ് നമുക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ എല്ലാവർക്കും? സബ് ജാൻ ജായേക്ക് വേൾഡ് കി ഹിസ്റ്ററി ജോഗ്രഫി ക്യാ. എല്ലാവരും അറിയണം ഈ ലോകത്തിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എന്താണ്. കേസർ റിപ്പീറ്റ് ഹോത്തി ഹൈ. ഇത് എങ്ങനെയാണ് പുനരാവർത്തിക്കപ്പെടുന്നത് എന്നുള്ളത് എല്ലാവരും അറിയണം. കിസ്കോ പത്താ നഹി ഹൈ ഗോഡ് ഈസ് വൺ. ആർക്കും അറിയില്ല ഈശ്വരൻ ഒന്നേ ഉള്ളൂ. और कोई क्रिएटर है नहीं, ना ऊपर कोई दुनिया है ना नीचे कोई दुनिया है. ബാബ പറയാണ്, അല്ലെ ക്രിയേറ്ററിനെ കുറിച്ച് അറിയില്ല, ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ആ ഈശ്വരൻ ഈ പ്രപഞ്ച രചയിതാവാണ് എന്നറിയുന്നില്ല. അല്ലെ ബാബ പറയാണ്,
ആളുകൾ എന്താ വിചാരിക്കുന്നത്, മുകളിൽ ഒരു സ്വർഗലോകം ഉണ്ടെന്നും താഴെ ഒരു ലോകം ഉണ്ടെന്നും അസുരന്മാര് വസിക്കുന്ന ലോകം താഴെ ഉണ്ടെന്നും ദേവന്മാര് വസിക്കുന്ന ലോകം മുകളിലുണ്ടെന്നും ഒക്കെയാണ് വിശ്വസിക്കുന്നത്. ये तो जानते हो आकाश पाताल सब भोगते हैं. പറയണ മുകളിലെ ആകാശത്ത് സ്വർഗത്തില് ദേവതകൾ ഉണ്ടെന്നും താഴെ പാതാളത്തിൽ അസുരന്മാരുണ്ടെന്ന് വിശ്വസിക്കുക. ബാബ പറയണ ഇതെല്ലാം കെട്ടുകഥകളാണ്. സമസ്തേ സ്റ്റാർസ് കെ ഊപ്പർ ഭി ദുനിയാ ഹെ. നക്ഷത്രങ്ങൾക്ക് മുകളിലും ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. പരന്തു വഹാ കിസി കി രാജധാനി നഹീ ഹെ. പക്ഷെ ആ ലോകത്തിൽ ആരുടെയും രാജധാനി ഇല്ല. പരന്താമത്തിൽ ആരുടെയും രാജധാനി ഇല്ല. बाबा प्रिंसिपल बच्चे को भी कहते हैं जो अच्छे स्टूडेंट्स हैं उनको ये हिस्ट्री ज्योग्राफी सुनाओ. ബാബ പ്രിൻസിപ്പാൾ ആയിരിക്കുന്ന കുട്ടിയോട് പറയാണ്, അല്ലെ, നല്ല നല്ല വിദ്യാർത്ഥികളില്ലേ, അവർക്ക് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും മനസ്സിലാക്കി കൊടുക്കും. ഗവൺമെന്റ് ബി അപ്രോച്ച് കരും. ഗവൺമെന്റിനെയും പോയി നിങ്ങൾ അപ്രോച്ച് ചെയ്യും. ബഡെ ബഡെ ഓഫീസോ സംജാവോ. വലിയ വലിയ ഓഫീസേഴ്സിന് നിങ്ങൾ പോയി മനസ്സിലാക്കി കൊടുക്കൂ. പരന്തു ബഡി യുക്തി സെ സംജാനാ ഹെ. പക്ഷേ വളരെ യുക്തിയോടുകൂടി വേണം മനസ്സിലാക്കി കൊടുക്കാൻ. സത്യയുഗമേ ആദി സനാതൻ ദേവി ദേവത ധർമ്മ ഈ രാജധാനി ഹെ. അല്ലെ, സത്യയുഗത്തില് ആദി സനാതന ദേവി ദേവത ധർമ്മത്തിന്റെ രാജധാനി ഉണ്ടായിരുന്നു. ഉനോനെ ഏ രാജ്യ कैसे प्राप्त किया. ദേവി ദേവതകൾ ഈ രാജധാനി എങ്ങനെയാണ് പ്രാപ്തമാക്കിയത്? ശാസ്ത്രമേ ദിക്കായ ഹെ. ദേവതാവോ और दैत्यों की लड़ाई होगी. ശാസ്ത്രങ്ങളിൽ കാണിച്ചിട്ടുണ്ട്, ദേവതകളുടെയും അസുരന്മാരുടെയും യുദ്ധം നടന്നു. ഫിർ ദേവതാവിനെ ജീത്ത് പാലിയ. പിന്നെ ദേവി ദേവതകൾ വിജയം പ്രാപ്തമാക്കി. മഹാഭാരതയ്ക്ക് ലഡായി ഏക്കിലെത്തി. അതേപോലെ മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രമാണ്. इसके बाद कोई लड़ाई लगी ही नहीं. ഇതിനു ശേഷം ഒരു യുദ്ധവും നടന്നിട്ടില്ല. ബാബ് कहते हैं സ്കൂളോ മേ ബച്ചോ കോ നോളേജ് ദോ. അല്ലെ, ബാബ പറയാണ്, അല്ലെ, മഹാഭാരത യുദ്ധം എപ്പോഴാണ് നടന്നേ? അല്ലെ, അല്ലെ, ഈ കലിയുഗ അന്ത്യത്തിലാണ് മഹാഭാരത യുദ്ധം നടക്കുന്നത്. അപ്പൊ ബാബ പറയേണ്ടത് ഒരിക്കൽ മാത്രമേ നടന്നിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ യുദ്ധമൊന്നും നടക്കുന്നില്ല. ബാബ പറയാണ്, കുട്ടികളെ, ഈ ജ്ഞാനം നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകും. മറ്റു കുട്ടികൾക്ക് നിങ്ങൾ ഈ ജ്ഞാനം നൽകും. कोई इन्वेंशन निकलती है कि पहले राजा को दिखाते हैं फिर उन द्वारा वृद्धि को पाती है. ബാബ പറയാണ്, ചില കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്. ആദ്യം രാജാവിനെ കാണിക്കുന്നു, പിന്നെ രാജാവിലൂടെ വൃദ്ധി ഉണ്ടാകുന്നു. ഈ ആത്മാക്കോ സൃഷ്ടി ചക്രക്ക് ആദി മധ്യ അന്ത് കാ ജ്ഞാൻ മിൽത്താ ഹെ. ആത്മാവിനിപ്പോൾ സൃഷ്ടി ചക്രത്തിന്റെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ലഭിക്കുകയാണ്. ജിസെ, അല്ലെ, ഈ ജ്ഞാനത്തിലൂടെ 21 ജന്മം ചക്രവർത്തി രാജാവന്തേക്ക്. ബാബ നൽകുന്ന ഈ ജ്ഞാനത്തിലൂടെ 21 ജന്മത്തേക്ക് വേണ്ടി നമ്മൾ ചക്രവർത്തി രാജാവായിട്ട് മാറുകയാണ്. തുമാരെ മേ ഭി ബഹുത് ഹെ ജോ പഠേ ലിഖേ നഹീ ഹെ. ബാബ കഹത്തെ ഹെ ബഹുത് അച്ഛാ. അല്ലെ, നിങ്ങൾ കുട്ടികളുടെ ഇടയിലും പഠിക്കാത്ത കുട്ടികളുണ്ട്. ബാബ പറയും, നല്ല കാര്യം. ബഹുത് പഠേ ലിഖേ ഭി ദേ പരന്തു ये इम्तिहान पास नहीं कर सके. നിറയെ പഠിച്ച കുട്ടികളുണ്ട്, അവർക്കൊന്നും ഈ പരീക്ഷകളെ പാസ്സാകാൻ കഴിഞ്ഞില്ല. യഹാത്തോ സെക്കൻഡ് की बात. ഇവിടെ സെക്കൻഡിലെ കാര്യമാണ്. സത്യയുമേ ലക്ഷ്മി നാരായൺ का രാജ് था. त्रेता में राम सीता का राज्य शुरू होता है. സത്യത്തിൽ ലക്ഷ്മി നാരായണന്റെ രാജ്യം ഉണ്ടായിരുന്നു. ത്രേതായുഗത്തിൽ രാമന്റെയും സീതയുടെയും രാജ്യം ആരംഭിച്ചു. ആധാ കൽപ के बाद ഭക്തി മാർഗ് शुरू होता है. അരക്കൽപ്പത്തിന് ശേഷം ഭക്തിമാർഗം ഇവിടെ ആരംഭിക്കുകയാണ്. തക്കെ കാണപ്പെടുത്തേ. അല്ലെ, ബാബ പറയേണ്ട, ഭക്തി മാർഗത്തില് നമ്മൾ ശരിയായിട്ട് ഭഗവാനെ തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മനുഷ്യ കർത്തവ്യ ഓ ഗോഡ് ഫാദർ. മനുഷ്യര് വിളിക്കുന്നുണ്ട്, ഓ ഗോഡ് ഫാദർ. तो जरूर उनसे हेवन का वर्षा मिल जाना चाहिए. അപ്പൊ തീർച്ചയായിട്ടും സ്വർഗത്തിന്റെ സ്വത്ത്, അല്ലെ, മനുഷ്യർക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. അവര് ഭഗവാനെ വിളിക്കണ്ടല്ലോ. മനുഷ്യർ ജബ് മർത്താഹെ പൂച്ച ജാത്താഹെ കഹക്കയ. മനുഷ്യർ എപ്പോഴാണോ മരിക്കുന്നത് അപ്പൊ ചോദിക്കും, എവിടെ പോയി, ആളെവിടെ പോയി എന്ന് ചോദിക്കാറുണ്ട്. ഹൃദയ സ്വർഗപത്താന. എന്താ പറയാ അതിന് ഉത്തരം? സ്വർഗത്തിലോട്ട് പോയി, സ്വർഗാരോഹണം ചെയ്തു. ആസ്മാൻവേ സ്വർഗ ഹേ. അല്ലെ, ആകാശത്തിലെ സ്വർഗം ഉണ്ടെന്ന് വിശ്വസിക്കുന്നേ. ഇത്ര ബേസമഞ്ച് പെൻകേ. ബാബ പറയാണ്, എത്രമാത്രം അവിവേകിയായി മാറിയിരിക്കുന്നു. അല്ലെ, അത്രയും അവിവേകികളായിട്ട് മാറിയിരിക്കുകയാണ്.
कहते हैं ഇത്ര അറിവില്ലാത്തവരായിട്ട് മാറി. ഏഹേ കാണ്ടോങ്ക ജംഗൽ, ഈ ലോകം എന്താണ്? മുള്ളുകളുടെ കാടാണ്. ഭാരതീയ ഫൂലോങ്ക ബഗീച്ച, മുള്ളുകളുടെ കാടായതും ഭാരതമാണ്, പുഷ്പങ്ങളുടെ പൂന്തോട്ടായതും ഭാരതമാണ്. അബദ്ധം ഫ്ലവർ ബനിരിക്കുന്നു. ഈ സമയത്ത് നമ്മൾ ഫ്ലവർ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊയി ദുഃഖനഹി തന്നെ അവ മനസ്സിലാക്കി തരികയാണ്, ആർക്കും ദുഃഖം കൊടുക്കാൻ പാടില്ല. ദുഃഖ ദിയാത്ത ദുഃഖി ഹോക്കർ മരേക്ക്, ദുഃഖം നൽകിയാൽ ആർക്കെങ്കിലും നമ്മൾ ദുഃഖം കൊടുത്താൽ നമ്മൾ ദുഃഖിയായിട്ടായിരിക്കും മരിക്കാൻ പോകും. ഊഞ്ചിപ്പൽ പനഹി സഖെങ്കി, ഉയർന്ന പദവി കരസ്ഥമാക്കുവാൻ പിന്നീട് സാധ്യമല്ല. तुम जानते हो हम बाबा के पास आए हैं सदा सुख का वर्षा पानी. ഇവിടെ കുട്ടികൾക്ക് അറിയാം, നമ്മൾ ബാബയുടെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ് സദാ സുഖത്തിന്റെ സ്വത്ത് പ്രാപ്തമാക്കാൻ. തും ബ്രാഹ്മൺ ബനേ ഹോ, ബ്രാഹ്മൺ അർത്ഥാത് ഊഞ്ച് ഗായേ ജാത്തെ ഹി, നമ്മൾ കുട്ടികളാണ് ഇപ്പോൾ ബ്രാഹ്മണരായി മാറിയിരിക്കുന്നത്. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏറ്റവും ഉയർന്നവരാണ് ബ്രാഹ്മണർ. ബ്രാഹ്മണോ കി നിശാനി ഹേ ചോട്ടി, ബ്രാഹ്മണർ ഉയർന്നവരാണെന്ന് എങ്ങനെ കാണിച്ചിരിക്കുന്നത്? അവർക്ക് കുടുംബ കാണിച്ചിരിക്കുന്നു. അച്ഛാ ബ്രഹ്മബാബ് കോനി, അപ്പൊ ബ്രഹ്മബാബ ആരാണ്? ഓഹേ നിരാകാർ ശിവൻ, അല്ലെ? പരമാത്മാവ് നിരാകാരിയായ ശിവനാണ്. ശിവബാബ ഓർ പ്രജാപിത ബ്രഹ്മാകെ സാകാർ, ശിവബാബയും പ്രജാപിത, ശിവബാബ നിരാകാരി, പ്രജാപിത ബ്രഹ്മാവ് സാകാരി, ദേഹധാരി. അപ്പൊ ശിവബാബയ്ക്ക് നിശാനിക്കാരൊക്കെ, ശിവബാബയുടെ അടയാളം നമ്മൾ എന്താ വെക്കേണ്ടത്? പരംപിത പരമാത്മാ തോ സ്റ്റാർ ഹി. എങ്ങനെ നമ്മൾ ശിവബാബയുടെ അടയാളം വെക്കുന്നത്? പരമപിത പരമാത്മാവ് സ്റ്റാർ ആണ്. ആത്മാ കഭി സാക്ഷാത്കാർ ഹോത്താ ഹൈ, ആത്മസാക്ഷാത്കാരവും കുട്ടികൾക്ക് ലഭിക്കാറുണ്ട്. ജैसे आकाश में तारा टूटता है तो सारा सफेद हो जाते हैं. ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഉടഞ്ഞു പോവുകയാണെങ്കിൽ, അല്ലെ, ആ നക്ഷത്രം അവിടെ മുഴുവൻ വെളുത്തു പോകും. വैसे आत्मा भी बिंदी है, അതേപോലെ ആത്മാവെന്ന് പറഞ്ഞാൽ ബിന്ദുവാണ്. ആകർ ഇതനെ ബഡേ ശരീർ में प्रवेश करता है, അല്ലെ? ആത്മാവ് എങ്ങനെയാണ് നാഗരാജ് ഭായ്? ആത്മാവ്, നാഗരാജ് ഭായ്, ആത്മാവ് എങ്ങനെയാണ്? ആത്മാവാണ് ഇത്രയും വലിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത്, അല്ലേ? तो आत्मा इतनी छोटी जब शरीर से निकल जाती है तो फिर शरीर कोई काम नहीं कर सकता. ആത്മാവാണെങ്കിൽ ചെറിയ ബിന്ദുവാണ്, അല്ലെ? ആ ചെറിയ ബിന്ദു ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെ? ആ പ്രകാശ ബിന്ദു ചെറിയ ബിന്ദുവാണ്, പക്ഷെ അത് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ ശരീരം വർക്ക് ചെയ്യില്ല. പിന്നെ എന്ത് ചെയ്യും? ആത്മാവ് പോയി കഴിഞ്ഞാൽ ശരീരം അവിടെ കിടക്കും, പിന്നെ അതിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. तो आत्मा इतनी छोटी जब शरीर से निकल जाती है तो फिर शरीर कोई काम नहीं कर सकता, कहेंगे मर गया. ആത്മാവ് പോകുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മരിച്ചു എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ്. तो एक शरीर जो दूसरे शरीर ले पार्ट बजाते हैं, ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം എടുത്ത് പാർട്ട് അഭിനയിക്കുകയാണ്. तो उसमें रोने की कोई दरकार ही नहीं, അല്ലേ? അപ്പൊ ആരെങ്കിലും ദേഹം വിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരയേണ്ട യാതൊരു ആവശ്യമില്ല. परंतु जब ड्रामा को जाने तब ऐसे कहे अब तुमको ये ज्ञान है. അപ്പൊ ബാബ പറയാണ്, അല്ലെ, ഡ്രാമയെ അറിയണം, ഡ്രാമയെ മനസ്സിലാക്കിയാലേ ഇത് പറയാൻ പറ്റൂ, അല്ലേ പറയാൻ സാധ്യമല്ല. അപ്പൊ ആത്മാവ് പഴയ ശരീരം ഉപേക്ഷിച്ച് പോകുമ്പോ കരയേണ്ട യാതൊരു ആവശ്യമില്ല. उसमें रोने की कोई दरकार ही नहीं, परंतु ड्रामा को जाने तब ऐसे कहें अब तुमको ये ज्ञान है कि हम ये पुराना शरीर छोड़ अपने निर्वाण धाम में जाएंगे. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഈ ജ്ഞാനമുണ്ട്, ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് നമ്മൾ നിർവാണധാമത്തിലേക്ക് പോകും. ये नॉलेज तुमको यहाँ कि फिर बड़े बड़े स्कूल कॉलेज में जाकर बड़ों को
നോളേജ് ദോ. ബാബ പറയാണ് ഈ ജ്ഞാനം നമ്മൾ കുട്ടികളുടെ പക്കൽ ഇപ്പോഴാണുള്ളത്. വലിയ വലിയ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ചെന്നിട്ട് അല്ലെ മുതിർന്നവർക്ക് അല്ലെ വലിയവർക്ക് നിങ്ങൾ ഈ ജ്ഞാനം കൊടുക്കൂ. ഭാരതമേ സൂര്യവംശി ചന്ദ്രവംശിയൊക്കെ രാജ്യത. എന്താ അവര് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? ഈ ഭാരതത്തിൽ സൂര്യവംശികളുടെയും ചന്ദ്രവംശികളുടെയും രാജ്യം ഉണ്ടായിരുന്നു. ജോ അബ് നഹി ഹെ, അതാണ് ഇപ്പോഴില്ലാത്തത്. ഫിർ സരൂർ ഹോഗ, വീണ്ടും തരാം അല്ലെ, നിറയെ അല്ലെ, അതായത് പറയാണ് വീണ്ടും തീർച്ചയായിട്ടും ഉണ്ടാകും. ഭാരതത്തിൽ സൂര്യവംശി ചന്ദ്രവംശി രാജ്യം ഉണ്ടായിരുന്നു. ആ രാജധാനി ഇവിടെ വീണ്ടും ഉണ്ടാകും. ജോ അനാദി വേൾഡ് ഡ്രാമ ഹെ, എനിക്ക് നോളേജ് ബച്ചോ മേ ജരൂർ ഹോനി ചാഹിയെ. അനാദിയായിരിക്കുന്ന ഈ വേൾഡ് ഡ്രാമയെ കുറിച്ചുള്ള അറിവ് നമ്മൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അനാദിയായിട്ടുള്ള വിശ്വനാടകമാണിത്. ഇതിനെ കുറിച്ചുള്ള അറിവ് തീർച്ചയായിട്ടും നമ്മൾ കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. ഈ നോളേജ് ഹോനെസെ ഭാരത് സ്വർഗം ബൻ ജാതാ ഹെ. ഈ നോളേജ് ഉള്ളത് കൊണ്ട് തന്നെയാണ്, ഈ നോളേജിലൂടെയാണ് ഭാരതം സ്വർഗമായി മാറുന്നത്. അബി നോളേജ് നഹി ഹെ തോ ഭാരത് കങ്കാൽ ഹെ. ഇപ്പോൾ ഈ നോളേജ് ഇല്ലാത്തത് കൊണ്ട് ഭാരതം എന്തായി തീർന്നു? പാപ്പരായി തീർന്നു. तो इस नॉलेज से भारत को स्वर्ग बनाते हैं. അപ്പൊ ബാബ വന്നിട്ട് നമുക്ക് ഈ ജ്ഞാനം നൽകുമ്പോൾ ഈ ജ്ഞാനത്തിലൂടെയാണ് ഭാരതത്തിനെ സ്വർഗമാക്കി മാറ്റുന്നത്. ക്യോന ബच्चे भी ये नॉलेज लेकर हेवन के लायक बने. ബാബ ചോദിക്കുകയാണ്, മക്കളും ഈ ജ്ഞാനം സ്വീകരിച്ച് സ്വർഗത്തിന്റെ അധികാരിയായിട്ട് എന്തുകൊണ്ട് മാറിക്കൂടാ? തുമ്പി ബനോ, ഇസ്കോ ചോടന നഹി ചാഹിയെ. ബാബ പറയാണ് അല്ലെ, നിങ്ങളും അല്ലെ സ്വർഗവാസികളാകൂ, സ്വർഗത്തിന്റെ അധികാരികളാകൂ. ഒരാൾക്ക് പോലും ആ ഭാഗ്യം നഷ്ടപ്പെടരുത്. ബാബ സർവീസ് കി യുക്തിയാ ബഹുത് ബതാത്തെ ഹെ. ബാബ സേവനത്തിന്റെ യുക്തികൾ ധാരാളം കുട്ടികളോട് പറയുന്നുണ്ട്. കർണാത്തോ ബച്ചോ കോ ഹി, അല്ലെ കുട്ടികളാണ് അത് ചെയ്യേണ്ടത്. ബാബ് തന്നെ ആയിക അല്ലെ, സർവീസ് ചെയ്യേണ്ടത് ആരാണ്? കുട്ടികളാണ്. സർവീസിനുള്ള യുക്തികൾ ബാബ പറഞ്ഞു തരുന്നുണ്ട്. अच्छा, मीठे मीठे सिकीरते बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप के रूहानी बच्चों को नमस्ते. रूहानी बच्चों के रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार. अपने स्वधर्म में स्थिति रहकर സൈലൻസ് का അനുഭവം करना. തന്റെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്ത് സൈലൻസിന്റെ അനുഭവം ചെയ്യണം. क्योंकि अब वाणी से परे निर्वाण धाम में जाने का समय है. കാരണം ഈ സമയം ശബ്ദത്തിനുപരിയായി നിശബ്ദതയുടെ ലോകത്തിലേക്ക്, നിർവാണധാമത്തിലേക്ക് പോകുവാനുള്ള സമയമാണ്. സെക്കൻഡ് പോയിന്റ്, സുഖദാദാ കെ ബच्चे हैं इसलिए सबको सुख देना है. അപ്പോൾ നമ്മള് സെക്കൻഡ് പോയിന്റ് എന്താണ്? സുഖദാതാവിന്റെ കുട്ടികളാണ് നമ്മള്. എല്ലാവർക്കും നമ്മൾ സുഖം നൽകണം. किसी भी दुख नहीं देना है. ആർക്കും നമ്മൾ ദുഃഖം നൽകാൻ പാടില്ല. സച്ചാ ഫ്ലവർ ബന്ന ഹെ, സത്യമായിട്ടുള്ള പുഷ്പമായി മാറണം. പാണ്ഡവർക്ക് ഫുൽ ബനാനയ്ക്ക് സേവ കർത്തി, മുള്ളുകളെ പുഷ്പങ്ങളാക്കി മാറ്റുവാനുള്ള സേവനം ചെയ്യണം. നമുക്ക് മാതേശ്വരിജിയുടെ ക്ലാസ് വായിച്ചിട്ട് വരദാനമായി. माधेश्वरी जी के अनमोल महावाक्य. माधेश्वरी जिയുടെ അമൂല്യമായ महावाक्य. जब हम ओम शब्द का उच्चारण करते हैं, ओम का अर्थ है अहम आत्मा. നമ്മൾ ഓം എന്ന് ഉച്ചരിക്കുമ്പോൾ ഓമിന്റെ അർത്ഥം ഞാൻ ആത്മാവാണ് എന്നതാണ്. ഞാൻ ആത്മാവാണ്. और परमात्मा का बच्चा हूं. ഞാൻ ആത്മാവാണ്, പരമാത്മാവിന്റെ കുട്ടിയാണ്. ये शिव नाम सिर्फ एक ही परमात्मा का है. ശിവൻ എന്നുള്ള പേര് ഒരേ ഒരു പരമാത്മാവിൻ്റെത് മാത്രമാണ്. इस शब्द पर बहुत ही मनुष्य ऐसा प्रश्न पूछते हैं कि परमात्मा सो सारी दुनिया का मालिक अथवा बाप है. അപ്പോ എന്താണ്, മനുഷ്യര് പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് അല്ലെ. പരമാത്മാവ് മുഴുവൻ ലോകത്തിന്റെയും അധികാരിയാണ്, അച്ഛനാണ്. ശിവൻ എന്നാണ് പരമാത്മാവിന്റെ പേര്. तो उसे फिर शिव नाम क्यों बुलाते हो? അതായത് പരമാത്മാവ് മുഴുവൻ ലോകത്തിന്റെയും അധികാരിയാണ്. അപ്പോ അങ്ങനെയുള്ള പരമാത്മാവിനെ എന്തുകൊണ്ടാണ് ശിവൻ എന്ന് വിളിക്കുന്നത്? അപ്പൊ ഈ രാജ്യക്കോ ദുനിയ നഹി ജാനതി. ഈ രഹസ്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് അറിയാം.
പക്ഷെ ലോകത്തിലുള്ളവർക്ക് ഈ രഹസ്യങ്ങൾ അറിയില്ല. परमात्मा का नाम शिव है क्योंकि दुनिया में अनेक अनेक धर्म है, तो हर एक धर्म वाले परमात्मा को अपना अपना नाम देकर बुलाते हैं. പറയുന്ന പരമാത്മാവിന്റെ പേര് ശിവൻ എന്നാണ്. പക്ഷെ ലോകത്തിലെ അനേക ധർമ്മങ്ങളുണ്ട്. ഓരോരോ ധർമ്മത്തിൽ പെട്ടവർക്കും പരമാത്മാവിന് വേറെ വേറെ പേര് നൽകിയിരിക്കുന്നത്. ലോകത്തിൽ അനേക ധർമ്മങ്ങളുണ്ട്. അപ്പൊ ഓരോരുത്തരും പരമാത്മാവിന് നൽകിയ പേര് വെച്ചിട്ടാണ് അവര് വിളിക്കുന്നത്, ഭഗവാനെ വിളിക്കുന്നത്. कोई अल्लाह कोई शिव कहकर बुलाते हैं. ചിലര് അള്ളാഹു, ചിലര് യഹോവ, ചിലര് ശിവൻ അങ്ങനെ വിളിക്കാണ്. तो वैसे भारत में परमपिता परमात्मा के नाम से गाया हुआ है. ഈ ഭാരതത്തിൽ പരമാത്മാ ശിവന്റെ പേരിലാണ് മഹിമയുള്ളത്. ഈ ഭാരതത്തിന് അല്ലെ എന്താണ്, പരമപിത പരമാത്മാവിന്റെ പേരിലൂടെയാണ് മഹിമയുണ്ടായത്. तो सारी दुनिया विलायत वाले शिव का नाम से परमात्मा को कैसे मानेंगे. ബാബ പറയുന്ന മുഴുവൻ ലോകത്തിലുള്ളവരായിക്കോട്ടെ വിദേശ രാജ്യങ്ങളിലുള്ളവരായിക്കോട്ടെ ശിവൻ എന്ന പേര് പറയുന്നതിലൂടെ പരമാത്മാവിനെ അങ്ങനെ അവരെങ്ങനെ അറിയും? ഒരു പരമാത്മാവിനെ അറിയണം. അപ്പൊ പരമാത്മാവിനെ എങ്ങനെ അറിയും? ശിവൻ എന്നുള്ള പേര് പറഞ്ഞാൽ. तो अब इस पर समझाया जाता है वास्तव में परमात्मा का नाम शिव है, वो ज्योति स्वरूप है. അപ്പൊ വാസ്തവത്തിൽ പരമാത്മാവിന്റെ പേര് ശിവൻ എന്നാണ്. പരമാത്മാവ് ആരാണ്? പരമാത്മാവിന്റെ രൂപം എന്താണ്? ജ്യോതി സ്വരൂപം. എനിക്ക് യാദഗാർ പ്രതിമ ശിവലിംഗ രൂപമേ പൂജി ജാതി ഹൈ. ബാബയുടെ ഓർമ്മ ചിഹ്നമായിട്ട് ഒരു ബിംബമാണ് ശിവലിംഗമായിട്ട് പൂജിക്കുന്നത്. സ്വബി കാസ് കർക്കെ ഭാരത് മേ പൂജ സ്യാദാ ഹോത്തി ഹൈ. അല്ലെ, പ്രത്യേകിച്ചും ഭാരതത്തിലാണ് ശിവപൂജ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. जरूर इस देश का ही नाम पड़ेगा. तो उनकी यादगार प्रतिमा शिवलिंग के रूप में पूजी जाती है. सो भी खास करके भारत में पूजा ज्यादा होती है. അപ്പൊ ഏറ്റവും കൂടുതൽ ശിവലിംഗത്തിലുള്ള പൂജ നടക്കുന്നത് ഭാരത ഭൂമിയിലാണ്. क्योंकि परमात्मा का जन्म भारत खंड में हुआ. പരമാത്മാവിന്റെ ജന്മം ഉണ്ടായത് ഭാരത ഖണ്ഡത്തിലാണ്. ജരൂർ ഇസ് ദേശ് കാ ഹി നാം പടേഗ. അതുകൊണ്ട് ഈ ദേശത്തിനാണ് ഏറ്റവും കൂടുതൽ മഹിമയുള്ളത്, പ്രശസ്തിയുള്ളത്. ക്യോങ്കി പരമാത്മാ കാ ജനം ഭാരത് ഖണ്ഡ് മേ ഹുവാ. എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തി ഭാരതത്തിനുള്ളത്? കാരണം പരമാത്മാവിന്റെ ജന്മം ഭാരതത്തിലാണ് ഉണ്ടായത്. ജരൂർ ഇസ് ദേശ് കാ ഹി നാം പടേഗ. അല്ലെ, തീർച്ചയായിട്ടും ഈ ദേശത്തിന്റെ പേരാണ് ഉണ്ടാവുക. ജരൂർ പരമാത്മാ ഏക് ഹി ശിവ് ആയേഗ. അല്ലെ, തീർച്ചയായിട്ടും പരമാത്മാവ് ഒരു സ്ഥാനത്തേ വരുള്ളൂ. അഗർ വിലായത് കി തരഫ് ആയേഗ ഭാരതവാസി കേസെ മാനേംഗെ. അഥവാ ബാബ വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും വന്നാ ഭാരതവാസികൾക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? പരന്തു ഭാരത ഖണ്ഡ് കാ നാം ബഡാ മഷൂർ ഹൈ. പക്ഷെ ഭാരതദേശത്തിന്റെ പേര് വളരെ പ്രശസ്തമാണ്. മഹാവാക്യ ഹൈ महावाक्य है कि जब भारत पर अति धर्म ग्लानि होती है तभी मैं अधर्म का विनाश करता हूँ. അല്ലെ, ബാബ പറയാണ്, നമുക്ക് പരമാത്മാ മഹാവാക്യമാണ്. എന്താ പരമാത്മാ മഹാവാക്യം? ഭാരതത്തിൽ എപ്പോഴാണോ അതിധർമ്മഗ്ലാനി സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ വരുന്നു എന്നുള്ളത് പരമാത്മാ മഹാവാക്യമാണ്. എന്തിനാ വരുന്നത്? അല്ലെ, ഭാരതത്തില് അതിധർമ്മഗ്ലാനി സംഭവിക്കുമ്പോൾ അധർമ്മത്തിന്റെ വിനാശം ചെയ്യാനും സത്യധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യാനും ഞാൻ വരുന്നു. ये सारा कार्य मैं एक बार अवतार धारण करके करता हूँ. ബാബ പറയാണ്, ഈ കർത്തവ്യങ്ങളെല്ലാം, എന്റെ കർത്തവ്യങ്ങൾ ഞാൻ ഒരിക്കൽ മാത്രം ഈ സൃഷ്ടിയിൽ അവതരിച്ച് അല്ലെ ചെയ്യുന്നു. तो परमात्मा का അവതരൺ भी भारत में हुआ. പരമാത്മാവിന്റെ അവതരണം ഭാരതത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ജഹാ കൽപ്പ പേലെ ആയതേ വഹാഹി ഫിർ ആനാ ഹോതാ ഹൈ. കൽപ്പം മുമ്പ് നമ്മൾ എവിടെ വന്നുവോ അവിടെ തന്നെ നമുക്ക് ഇപ്പോഴും വന്നേ മതിയാകും. ഇസ്ലിയേ ഭാരതക്കോ അവിനാശി ഖണ്ഡ് കർത്തേ ഹൈ. അതുകൊണ്ട് തന്നെയാണ്
ഭാരതത്തെ അനശ്വരമായ ദേശം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കഴിഞ്ഞ കല്പത്തിലും ബാബ ഭാരതത്തിലെ വന്ന് കല്പകല്പം ഭാരതത്തിലെ വരുന്നത്. അതായത് ബാബ ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. ബാബയുടെ അവതരണം ഭാരതഖണ്ഡത്തിലാണ്. ഭാരതഖണ്ഡ് പരമാത്മാ കാ സ്ഥാൻ ഭി ഹേ, ദേവതാവും കാ ഭി രാജസ്ഥാൻ ഭി ഹേ. ബാബ പറഞ്ഞു ഭാരതദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനശ്വരമായ ഖണ്ഡമാണ്. ഭാരതഖണ്ഡം പരമാത്മാവിന്റെ അവതരണ ഭൂമിയാണ്, ജന്മസ്ഥാനമാണ്. അതേപോലെ ദേവതകളുടെയും രാജസ്ഥാനാണ് അല്ലെ, ദേവതകളും രാജ്യം ഭരിച്ചിരുന്ന സ്ഥാനമാണ്. वरदान सर्व शक्तियों से संपन्न रहे, हर शक्ति को कार्य में लगाने वाले मास्टर सर्वशक्तिवान भव. സർവശക്തികളാലും സ്വയം സമ്പന്നരായി ഓരോ ശക്തിയും കാര്യത്തിൽ പ്രയോഗിക്കുന്ന മാസ്റ്റർ സർവശക്തിവാനായി ഭവിക്കും. സർവശക്തികളാൽ സ്വയം സമ്പന്നരായി ഓരോ ശക്തികളെയും കാര്യത്തിൽ പ്രയോഗിക്കുന്ന മാസ്റ്റർ സർവശക്തിവാനായി ഭവിക്കും. जो बच्चे सर्वशक्तियों से सदा संपन्न होते हैं वही मास्टर सर्वशक्तिवान है. ഏത് കുട്ടികളാണോ സർവശക്തികളാൽ സമ്പന്നരായിരിക്കുന്നത് അവരെയാണ് മാസ്റ്റർ സർവശക്തിവാൻ എന്ന് വിളിക്കുന്നത്. कोई भी शक्ति अगर समय पर काम नहीं होती तो मास्टर सर्वशक्तिवान नहीं कर सकते. അല്ലെ, നമ്മളിലെ ഏതെങ്കിലും ശക്തി നമുക്ക് വേണ്ട സമയത്ത് ആ ശക്തിയെ പ്രയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മളെ മാസ്റ്റർ സർവശക്തിവാൻ എന്ന് വിളിക്കാൻ യോഗ്യരല്ല. एक भी शक्ति कम होगी तो समय पर धोखा दे देगी. ഏതെങ്കിലും ഒരു ശക്തി നമ്മളിൽ കുറവാണെങ്കിൽ അത് തക്ക സമയത്ത് നമ്മളെ വഞ്ചിക്കും. ഏതെങ്കിലും ഒരു ശക്തിയുടെ കുറവുണ്ടെങ്കിൽ അത് തക്ക സമയത്ത് നമ്മളെ വഞ്ചിക്കും, നമ്മൾ തോറ്റുപോകും, ഫെയിൽ हो जाएगी. तो ऐसे नहीं सोचना कि हमारे पास सर्व शक्तियां तो है, एक कम हुई तो क्या हुआ. അല്ലെ, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് എന്റെ അടുക്കൽ സർവശക്തികളും ഉണ്ട് അല്ലെ, ഒരു ശക്തി കുറഞ്ഞു പോയാൽ എന്താ കുഴപ്പം. तो एक भी शक्ति कम ना हो और समय पर वो शक्ति काम में लाए तब कहेंगे मास्टर सर्वशक्तिवान. അല്ലെ, ഒരു ശക്തി പോലും കുറവ് പാടില്ല. ഒരു ശക്തി കുറഞ്ഞാൽ നമ്മൾ തോറ്റുപോകും. അതുകൊണ്ട് സമയത്ത് ഏത് ശക്തികളും സമയത്ത് നമുക്ക് പ്രയോജനപ്രദമാകണം, സമയത്ത് അതിനെ വിനിയോഗിക്കണം. അപ്പോഴേ വിളിക്കാൻ പറ്റുള്ളൂ മാസ്റ്റർ സർവശക്തിവാൻ. സ്ലോഗൻ प्राप्तियों का बोलना तकना है, इसलिए प्राप्तियों को सदा सामने रखें. അല്ലെ, ബാബയിൽ നിന്നും പരമാത്മാവിൽ നിന്നും ലഭിക്കുന്ന പ്രാപ്തികളെ ഒരിക്കലും മറക്കരുത്. അഥവാ പരമാത്മ പ്രാപ്തികളെ നമ്മൾ മറന്നാൽ നമ്മൾ തളർന്നു പോകും. അതുകൊണ്ട് പ്രാപ്തികളെ സദാ മുന്നിൽ വെക്കും. ബാബയിൽ നമുക്ക് എന്തെല്ലാം പ്രാപ്തികൾ ലഭിച്ചു ആ പ്രാപ്തികളെ സദാ മുന്നിൽ വെക്കും. വരദാനം എന്താ പറഞ്ഞത്? സർവശക്തികളാലും സമ്പന്നരായി ഓരോ ശക്തിയെയും കാര്യത്തിൽ പ്രയോഗിക്കുന്ന മാസ്റ്റർ സർവശക്തിവാനായി ഭവിക്കും. അതായത് ഏത് കുട്ടികളാണോ സർവശക്തികളാൽ സദാ സമ്പന്നരായിരിക്കുന്നത് അവരാണ് മാസ്റ്റർ സർവശക്തിവാൻ. നമുക്ക് ആരെ ആകേണ്ടത്? അന്തിമ സമയത്ത് വിനാശം കാണുമ്പോൾ അജഞ്ചലമായിരിക്കണമെങ്കിൽ നമുക്ക് ആരെ ആകേണ്ടത്? അല്ലെ, മാസ്റ്റർ സർവശക്തിവാനാകണം. അല്ലെ, ബാബയിൽ നിന്ന് നിറയെ ശക്തികൾ നിറച്ച് നമുക്ക് മാസ്റ്റർ സർവശക്തിവാനാകണം. ആ സമാനത്തിൽ ഇരിക്കണം. അല്ലെ, ഇന്ന് നമ്മള് മാസ്റ്റർ സർവശക്തിവാന്റെ സമാനത്തിൽ ഇരിക്കണം. അപ്പൊ ബാബ പറയാണ് ഏതൊരു ശക്തിയും അല്ലെ, ഏതൊരു ശക്തിയും നമുക്ക് പ്രയോജനപ്രദമാകുന്നില്ല, സമയത്ത് പ്രയോജനപ്രദമാകുന്നില്ല, തക്ക സമയത്ത് പ്രയോജനപ്രദമാകുന്നില്ലെങ്കിൽ നമ്മൾ മാസ്റ്റർ സർവശക്തിവാനെന്ന് നമ്മൾ വിളിക്കാൻ പറ്റില്ല. അല്ലെ, ഒരു ശക്തിയെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ തക്ക സമയത്ത് നമ്മൾ വഞ്ചിതരാകും, തോറ്റുപോകും. അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കരുത് എന്റെ അടുക്കൽ എല്ലാ ശക്തികളും ഉണ്ടല്ലോ, ഒരെണ്ണം കുറഞ്ഞു പോയാൽ എന്താ കുഴപ്പമെന്ന് വിചാരിക്കരുത്. ഒരു ശക്തി പോലും കുറയാൻ പാടില്ല. ഒരു ശക്തി കുറഞ്ഞാൽ നമ്മൾ തോറ്റുപോകും. അതുകൊണ്ട് ഒരു ശക്തി പോലും കുറഞ്ഞു പോകാൻ പാടില്ല. സമയത്ത് ആ ശക്തി പ്രയോജനപ്രദമാകണം. അപ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നേ? മാസ്റ്റർ സർവശക്തിവാൻ. അപ്പൊ മാസ്റ്റർ സർവശക്തിവാൻ എന്ന് പറഞ്ഞാൽ അല്ലേ, ശക്തികൾ ഏതൊക്കെയുള്ളത്? സഹനശക്തി അല്ലെ, ഉൾക്കൊള്ളാനുള്ള ശക്തിയാണ് അഡ്ജസ്റ്റിംഗ് പവർ, ഉൾക്കൊള്ളാനുള്ള ശക്തി. പിന്നെന്താ? വിവേചന ശക്തി,
നിർണയ ശക്തി, അഭിമുഖീകരിക്കാനുള്ള ശക്തി, പിന്നെ ഇന്ദ്രിയ നിഗ്രഹ ശക്തി. അതാണ് ആ ആമയെ കാണിച്ചിരിക്കുന്നത് അല്ലെ. അതായത് ഉൾവലിയാനുള്ള ശക്തി, അത് ഇന്ദ്രിയ നിഗ്രഹ ശക്തി. പിന്നെ അവ റെഡിയാക്കാനുള്ള ശക്തി, പവർ ടു പാക്ക്. അപ്പൊ ഈ ഓരോരോ ശക്തികൾ വേണ്ട സമയത്ത് നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ, ഏതെങ്കിലും ശക്തി കുറവാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കാൻ പറ്റില്ല? മാസ്റ്റർ സർവശക്തിവാനെന്ന് വിളിക്കാൻ സാധ്യത. അതുകൊണ്ട് ആരാകണം? മാസ്റ്റർ